ശാഖയിലെ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. വയനാട് ജില്ലയിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പ്രാഥമിക പട്ടികയിൽ 9 പേരുടെ വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മരിച്ചവരും വീടും സമ്പാദ്യവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവരും ഉൾപ്പെടും. മറ്റ് ദുരിതബാധിതരുടെ വായ്പകളുടെ കാര്യത്തിലും അനുഭാവപൂർവ്വം നിലപാടെടുക്കുമെന്ന് കേരള ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിനിടെ ചാലിയാറിന്റെ തീരത്ത് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്നും ചാലിയാർ കെട്ടുപാറ കടവിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സൂചിപ്പാറ മേഖലയിലടക്കം ഇന്നും തെരച്ചിൽ തുടരുകയായിരുന്നു. 7 സംഘങ്ങളായാണ് കലക്കൻപുഴ മുതൽ സൂചിപ്പാറ 3-ാം വെള്ളച്ചാട്ടം വരെ തെരച്ചിൽ നടത്തുന്നത്. ഫയർഫോഴ്സ്, NDRF, ഫോറസ്റ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിവിധയിടങ്ങളിലെ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ തെരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുന്റെ കുടുംബം. 2 ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അർജുന്റെ ഭാര്യയും അമ്മയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനമെന്നും ജിതിൻ പറഞ്ഞു. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലാനുസൃത മാറ്റങ്ങൾക്കൊരുങ്ങി തദ്ദേശ ഭരണ വകുപ്പ്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങൾക്കാണ് തദ്ദേശ ഭരണ വകുപ്പ് ഒരുങ്ങുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 106 ചട്ടങ്ങളിലെ 351 ഭേദഗതി നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പരിഷ്കാരങ്ങൾ മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിനായിരുന്നു സുനിക്ക് ഹൈക്കോടതി പിഴ വിധിച്ചിരുന്നത്. ജസ്റ്റിസുമാരായ അഭയ് S. ഒഗ, അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി വിധിച്ച പിഴ സ്റ്റേ ചെയ്തത്. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് 25,000 രൂപയായിരുന്നു ഹൈക്കോടതി സുനിക്ക് പിഴ വിധിച്ചിരുന്നത്. ഹിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇന്ന് ഓഹരി വിപണി ആരംഭിച്ചത് നഷ്ടത്തിൽ. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. പല നിക്ഷേപകരും പിൻവാങ്ങിയതോടെ 7% വരെ ഇടിവാണ് അദാനി ഓഹരികളിൽ ഉണ്ടായത്. ഇതോടെ നിക്ഷേപകർക്ക് ഏകദേശം 53,000 കോടി രൂപ നഷ്ടപ്പെട്ടു. എന്നാൽ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി മേധാവി മാധബി ബുച്ചിനെതിരായ ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ സെൻസെക്സിനെയും നിഫ്റ്റിയെയും ഉലച്ചില്ല. നഷ്ടത്തോടെയായിരുന്നു വ്യാപാരത്തിന്റെ തുടക്കമെങ്കിലും പിന്നീട് സൂചികകൾ നേട്ടത്തിന്റെ ട്രാക്ക് പിടിച്ചു. ഇന്നത്തെ വ്യാപാരം ഉച്ചയ്ക്കത്തെ സെഷനിലേക്ക് കടക്കുമ്പോൾ സെൻസെക്സ് 238 പോയിന്റും ഉയർന്ന് 79,943-ലും നിഫ്റ്റി 57 പോയിന്റ് നേട്ടവുമായി 24,425-ലുമാണുള്ളത്. നിഫ്റ്റി 85 പോയിന്റും സെൻസെക്സ് 228 പോയിന്റും ഇടിഞ്ഞായിരുന്നു ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സെൻസെക്സ് 400 പോയിന്റും നിഫ്റ്റി 135 പോയിന്റും താഴേക്കും പോയിരുന്നു. ഹിൻഡൻബർഗ് വിവാദം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന് KC വേണുഗോപാൽ. രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. വിഷയം തിരിച്ചുവിടാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ED അന്വേഷണത്തിനാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ മത്സരിക്കാൻ സാധിക്കാതെ വിനേഷ് ഫോഗട്ട് അയോഗ്യയായത് അത്ലറ്റിന്റെയും കോച്ചിന്റെയും പരാജയമാണെന്ന് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ ഉഷ IOAയുടെ മെഡിക്കൽ ടീമിനെ പ്രതിരോധിക്കുകയായിരുന്നു. ഭാരനിയന്ത്രണത്തെക്കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ടത് അത്ലറ്റും കോച്ചുമാണെന്നാണ് ഉഷ ചൂണ്ടിക്കാട്ടുന്നത്. വിനേഷിന്റെ അയോഗ്യതയ്ക്ക് ശേഷം IOAയുടെ മെഡിക്കൽ ഓഫീസറായ ദിനേശോ പർദിവാലയെ തേടി ഒരുപാട് വിമർശനം എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരെ പിന്തുണച്ച് ഉഷ രംഗത്തെത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ദുലീപ് ട്രോഫി കളിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായാണ് ഇരുവരും ദുലീപ് ട്രോഫിയിൽ കളിക്കുക.